വയനാട്ടിൽ നിന്നും കോട്ടയത്തേക്ക് മാറി മത്സരിക്കുന്ന BDJSൻ്റെ ഇക്കുറി ലക്ഷ്യമെന്താണ്? NDAയുടെ വോട്ട് വിഹിതം ഉയർത്തുക, വിജയത്തിനരികിലെത്തിക്കുക എന്ന ദൗത്യമാണ് എല്ലാ ഘടകകക്ഷികൾക്കും ഉള്ളത്. തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സ്വദേശമായ ആലപ്പുഴയോട് ചേർന്നുള്ള കോട്ടയം മണ്ഡലത്തിൽ വിജയത്തിന് അടുത്തെത്തുന്ന പോരാട്ടം തന്നെ കാഴ്ചവെച്ചേ മതിയാകൂ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ BDJS കോട്ടയത്ത് ആരംഭിച്ചിരുന്നു. BDJSനേക്കാൾ SNDPയുടെ സംഘടനാ ശക്തിയിലാണ് BDJS വിശ്വസിക്കുന്നത്. ഈ അധ്യക്ഷന്മാരും ക്രൈസ്തവ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇരു മുന്നണികളുടെയും ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാവുമോ എന്നാണ് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ സമുദായ വോട്ടുകളും BJP വോട്ടുകളും കൃത്യമായി സ്വന്തം പെട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങളും അതിഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. പ്രവർത്തനങ്ങൾ അണിയറയിൽ നടക്കുന്നതിനാൽ വലിയ തരംഗവും ആവേശവും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന തന്ത്രമാണ് NDA പൊതുവെ കോട്ടയത്ത് സ്വീകരിച്ചിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് BJP പിന്തുണയോടെ മത്സരിച്ച PC തോമസിന് 1,50,000 ലഭിച്ചത്. 2 ലക്ഷത്തിന് മുകളിലേക്കെങ്കിലും ഉയർത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. BJPയിൽ BDJSൻ്റെ ശക്തി തെളിയിക്കുന്നതിന് അത് വളരെ അനിവാര്യവുമാണ്. 2014 ഇലക്ഷനിൽ അന്ന് മത്സരിച്ച നോബൽ മാത്യു 44,000-ലധികം വോട്ടുകളാണ് നേടിയത്. അതിൽ നിന്നും 1 ലക്ഷം വോട്ടുകളുടെ വർധനയാണ് 2019 PC തോമസ് മത്സരിച്ചപ്പോൾ ഉണ്ടായത്. BJP വോട്ടുകൾ ഉറപ്പിക്കാൻ BJP ജില്ലാ നേതൃത്വവും കഠിന പരിശ്രമത്തിലാണ്. കൃത്യമായി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് BDJSൻ്റെയും NDAയുടെയും അണിയറയിൽ നടക്കുന്നത്. കളങ്ങളില്ലാതെ ലക്ഷ്യത്തിലേക്ക് എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് എത്രത്തോളം സാധ്യമാകും എന്നാണ് ഇനിയുള്ള ദിവസങ്ങൾ തെളിയിക്കേണ്ടത്.